ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രുക്മിണി കൊതിഞ്ഞുണക്കാരി സാവിത്രിയോട് പറയുക, കുടുംബ ഓഹരി കിട്ടിയത് കൂടാതെ ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തായി കാണുന്നതൊക്കെ. പിന്നെ പലരോടും കഴുത്തറപ്പും പലിശയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. സാവിത്രി പറയും, പിന്നെ ചുമ്മാ നടന്നാൽ കാശുണ്ടാവുമോ? കാശുണ്ടാക്കണമെങ്കിൽ പല തരികടയും കാണിച്ചേ പറ്റൂ. സാവിത്രിക്കറിയാവോ, കാശുള്ളത് കൊണ്ടാണ് എനിക്ക് സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ടായത്. അയ്യോ, അത് ശരിയാ. രുക്മിണിയെ നാട്ടുകാർക്കൊക്കെ എന്തോ ഒരു സന്തോഷവും ബഹുമാനവും അറിയാവോ. ഇലക്ഷനാ ശ്രീലക്ഷ്മിയെ നിർത്തിയ നേരത്ത് രുക്മിണി നിന്നാ മതിയായിരുന്നു. എങ്കിലാ പ്രതാപവർമ്മയെക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിക്കുമായിരുന്നു. ഇത്രയൊക്കെ സാവിത്രി രുക്മിണിയെ പുകഴ്ത്തി പറഞ്ഞിട്ട് മനസ്സിൽ പറയാം, പിന്നെ നിന്നെ ഒരാൾക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ, പിന്നല്ലേ നീ ജയിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള എന്നെയാ ആ രാധമ്മ ആ കിളവിയെ കൊണ്ട് തല്ലിപ്പിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഇനി രാധമ്മയുടെ മകളെ എൻ്റെ മകനെ കൊണ്ട് ഞാൻ സ്വീകരിപ്പിക്കുമോ? രുക്മിണി വേണ്ട, ഒരിക്കലും സ്വീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ ശപിച്ചു കളയും. ഹരീഷിനെ കൊണ്ട് ആ ശ്രീലക്ഷ്മിയെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം. അത് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും. പക്ഷെ നാട്ടുകാരുടെ മുൻപിൽ ആ ശ്രീലക്ഷ്മി എൻ്റെ മോൻ്റെ ഭാര്യയല്ലയോ എന്ന് വെച്ചാൽ ചേച്ചി എന്തോ ഈ പറയുന്നത്? അമ്മയാണോ ഭാര്യയാണോ വലുതെന്ന് ഇന്നത്തെ പിള്ളേരോട് ചോദിച്ചാൽ അവർ കണ്ണു അടച്ചങ്ങോട്ട് പറയും ഭാര്യയാണെന്ന്. അങ്ങനെയാണല്ലോ അവളുമാരുടെ തലയണ മന്ത്രം. എൻ്റെ രുക്മിണി, ഈ തലയണ മന്ത്രവും ബെഡ്ഷീറ്റ് മന്ത്രവും ഒന്നും വില പോകില്ലെന്നേ. അതിന് രുക്മിണി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഹരീഷിനെ വരച്ച വരയിൽ നിർത്തണം. ഒരു 10 പൈസ പോലും നിന്നെ ഓഹരിയായിട്ട് ഞാൻ തരില്ലെന്ന് തീർത്തങ്ങോട്ടങ്ങ് പറയണം. എൻ്റെ മരണശേഷം ഈ സ്വത്ത് അനാഥാലയത്തിലേക്കാണെന്നും പറഞ്ഞ് രുക്മിണി അങ്ങോട്ട് ഭീഷണിപ്പെടുത്തണം. പിന്നീട് മകനായാലും മകളായാലും രുക്മിണി നോക്കിക്കോ, വന്ന് കാലിൽ സാഷ്ടാംഗം വന്ന് വീഴും. അങ്ങനെ രുക്മിണിയും സാവിത്രിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാധമ്മയും ഹൃദയം കൂടെ അങ്ങോട്ട് വരുവാണ്. രുക്മിണി അവരെ കണ്ടണ്ട് ഓടി ചെന്നിട്ട് രാധമ്മയോട് പറയാം, മരുമകളെയും കൂട്ടി വന്നത് എന്നെ തല്ലാനാണോ? തല്ലാനും കൊല്ലാനുമുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഞാനാണല്ലോ. സാവിത്രി ഏറ്റുപിടിച്ച് പറയാം, കാര്യം പലതും ഉണ്ടാവും, എന്നാലും രുക്മിണിയെ അവരെ കൊണ്ട് തല്ലിപ്പിച്ചത് ഒട്ടും ശരിയായില്ല രാധമ്മേ. രാധമ്മ പറയാം, ഞങ്ങൾ രുക്മിണിയെ തല്ലാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവരും എൻ്റെ മറ്റൊരു മകളുടെ അമ്മായിയമ്മയാണ്. ഹൃദയ പറയാം, ആൻറ്റിയെ തല്ലിയത് ഞങ്ങൾ പിന്നീട് അറിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടതിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഹരീഷ് ദേഷ്യത്തിൽ അങ്ങോട്ട് വന്നിട്ട് പറയും, മതി നിങ്ങളുടെ മാപ്പ്. ആ വൃത്തികെട്ട കിളവിയെ കൊണ്ട് എൻ്റെ അമ്മയെ തല്ലിച്ചിട്ട് മാപ്പ് പറയാൻ വന്നേക്കുന്നോ? ഹരീഷെ, ഞങ്ങൾ പറഞ്ഞ സത്യവ. വല്യമ്മ രുക്മിണി ആൻ്റെ തല്ലുവെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നിങ്ങൾ പറഞ്ഞു കാണത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ വൃത്തികെട്ട സ്ത്രീ എൻ്റെ അമ്മയെ അടിച്ചു. ആ അടി കൊണ്ട് നിങ്ങളെല്ലാം ഉള്ളാലെ അങ്ങ് സന്തോഷിച്ച്, എൻ്റെ ഭാര്യ ഉൾപ്പെടെ. രാധമ്മ സങ്കടത്തോട് പറയും, ഞങ്ങൾ പറഞ്ഞ സത്യവാ മോനെ. തെറ്റ് ചെയ്തത് അവരാണെങ്കിലും അതിനുവേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കാനാ വന്നത്. നിങ്ങൾ വിശദീകരിക്കുമൊന്നും വേണ്ട, കൂടുതൽ എക്സ്പ്ലനേഷനേ എന്നോട് വേണ്ട. നിങ്ങളും നിങ്ങളുടെ കുടുംബവും എന്നോട് ചെയ്തോന്നും പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. പാവപ്പെട്ട എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും മാപ്പ് പറഞ്ഞാലും ഞങ്ങളോട് ചെയ്തതിന് പകരമാവില്ല. എന്ത് ദ്രോഹമാ മോനെ ഞങ്ങൾ നിന്നോട് ചെയ്ത്, ഞാൻ പറയണോ നിങ്ങളോട്? എൻ്റെ പെങ്ങളെ രാജുവും അവൻ്റെ പെങ്ങളെ ഞാനും എന്നുള്ള മാറ്റക്കല്യാണം. എന്നിട്ട് ഞാൻ വാക്ക് പാലിച്ചു. സ്നേഹിച്ച പെണ്ണല്ലേ എന്ന് കരുതി ഞാൻ അവളെ ചതിച്ചില്ല. ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. പക്ഷെ നിങ്ങളോ, നിങ്ങളുടെ മകനോ? പക്ഷെ നിങ്ങളുടെ മകൻ ഇവളെ കെട്ടാൻ വേണ്ടി എൻ്റെ പെങ്ങളെ ചതിച്ചു. എൻ്റെ പെങ്ങളുടെ ജീവിതം തകർന്നു. എങ്കിലും ഞാൻ നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ചോ? അതും പോരാഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? മഹാഭാവം പറയല്ലേ മോനെ. വേണ്ട, ബാക്കിയൂടെ നിങ്ങൾ കേൾക്ക്. എൻ്റെ അച്ഛനും അമ്മയും സമ്പാദിച്ച വീട്, അതിപ്പോൾ എങ്ങനെ സമ്പാദിച്ചതാണെങ്കിലും അതവരുടെ കഷ്ടപ്പാടിൽ നിന്നും ഉണ്ടാക്കിയതാ. അതും നിങ്ങൾ പിടിച്ചു മേടിച്ചില്ലേ? ഹൃദയ അത്രയും നേരം എല്ലാം കേട്ട് ക്ഷമിച്ചു നിന്ന്. എന്ത് മര്യാദകേടാ ഹരീഷേ പറയുന്നേ? മറ്റൊരാൾക്ക് നിങ്ങൾ വിറ്റ വീട് ഞങ്ങൾ പണം കൊടുത്ത് മേടിച്ചതാ, അതല്ലേ സത്യം? എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ കയറി എന്നെ തല്ലി. അത് കഴിഞ്ഞിട്ട് ശ്രീലക്ഷ്മിയെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. മോനെ, അവളെ ഇറക്കിക്കൊണ്ടുപോയി നിന്റെ അമ്മ അവളെ കൊല്ലാൻ നോക്കിയത് കൊണ്ടാ. ആഹാ, എൻ്റെ അമ്മ അങ്ങനെ ആരെയും കൊല്ലില്ല. ഒടുവിൽ നിങ്ങൾ എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ അവളെ കൊണ്ടുപോയി അവിടെ മനസ്സങ്ങ് മാറ്റിപ്പിച്ച്. ചോദിക്കാൻ വന്ന എൻ്റെ അമ്മയെ നിങ്ങൾ പെരുവഴിയിലിട്ട് തല്ലി. ഇനി എനിക്ക് നിങ്ങളുടെ മോളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആ ഒരു കാര്യം പറഞ്ഞ് ഇനി ആരും ഇവിടെ വരാനും പാടില്ല. ഹരീഷേ എന്നിങ്ങനെ സങ്കടത്തോടെ രാധമ്മ വിളിക്കുമ്പോൾ, വേണ്ട, ഇനി ഒരു അക്ഷരം ഇവിടെ ഒന്നും മിണ്ടിപ്പോകരുത്. കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ തളച്ചിട്ടിരിക്കുന്ന മറ്റൊരു മുഖമുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയൊക്കെ ഹരീഷ് പറയുമ്പോൾ രുക്മിണി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. രുക്മിണി ഉദ്ദേശിച്ച പോലെ തന്നെ ഹരീഷ് വഴിക്ക് വന്നല്ലോ എന്ന് രാധമ്മ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഹൃദയ പറയാം, രാധമ്മേ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് രാധമ്മയും കൂട്ടിയിട്ട് ഹൃദയ വരുവാണ്. ശ്രീമോളോട് ഇനി എന്തു പറയും മോളെ? രാധമ്മ പറഞ്ഞോ നമ്മൾ ഹരീഷിന്റെ വീട്ടിൽ പോവാണെന്ന്? പറഞ്ഞില്ല, പക്ഷെ അവൾ അറിഞ്ഞു കാണുമായിരിക്കും. അങ്ങനെയാണ് ഈ രാധമ്മൻ നമുക്ക് ശ്രീലക്ഷ്മിയോട് ഒരു നുണ പറയാം, നമ്മൾ ഹരീഷിനെ കാണാൻ പോയിരുന്നെന്നും അപ്പോഴവിടെ ചെന്നപ്പോൾ ഹരീഷ് അവിടെ ഇല്ലായിരുന്നെന്നും.
പക്ഷേ എന്നാലും മോളെ ഹരീഷിൻ്റെ തീരുമാനം കണ്ടില്ലേ? അത് രാധമ്മേ, ഹരീഷ് പലതും തെറ്റിദ്ധരിച്ച് പറയുന്നതല്ലേ. രാധമ്മ ഇപ്പോൾ ശ്രീയോടൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് രാജുവിനെ കൊണ്ട് ഹരീഷിനോട് സംസാരിച്ച് ശരിയാക്കാം. ശ്രീലക്ഷ്മി അവിടെ അടുത്തോട്ട് ഓടി വരുവാണ്. ശ്രീ വിഷമിക്കേണ്ട, ഹരീഷ് അവിടെ ഇല്ലായിരുന്നു. ശ്രീലക്ഷ്മിയെ കാണാൻ ഹരീഷ് വരും, ഇത് ഷുവറാണ്. രാജുവിൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്നവൻ്റെ അടുത്ത് ദീപക്കിൻ്റെ ആ നമ്പർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അയാൾ വന്ന് ചോദിക്കുക, എടാ നിനക്ക് എവിടുന്ന് കിട്ടിയ നമ്പർ? എടാ ദീപക്ക് ലോക തരികിടയല്ലേ, അപ്പം ഞാനും ഒരു തരികിട കാണിച്ച ആ നമ്പർ അങ്ങ് എടുത്തതാ. ഈ സിം എടുത്തിരിക്കുന്ന ഒരു നന്ദന പിള്ളയുടെ പേരില്ല. അവളുടെ തന്തപ്പയുടെ പേര് കേട്ട രാജു നീ ഞെട്ടും. അതാരാ? ഒരൊന്നൊന്നര തന്തപ്പടിയാ, അനന്തം പിള്ള. അപ്പോൾ ഞാൻ സംശയിച്ചത് ശരി തന്നെയാ. പക്ഷേ ഇവളിപ്പോൾ ഇന്ത്യയിലില്ല, അമേരിക്കയിൽ. ഓ, എങ്കിൽ പിന്നെ 100% കറക്റ്റാണ്. നന്ദന പിള്ള, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ രാജു ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരനങ്ങ് പോയി. ആ സാവിത്രി അവിടുത്തെ കൊതിയുന്നണയെല്ലാം കഴിഞ്ഞിട്ട് രാധമ്മയുടെ വീട്ടിൽ കൊതിയുന്നണ പറയാൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അവിടെ ഇങ്ങോട്ട് കാരണവുമില്ല. പക്ഷെ കൊച്ചമണി നല്ല പേടിയാണ്. അപ്പോഴാണ് രാധമ്മ അതുവഴി ഇങ്ങനെ വരുന്നതുകൊണ്ട് രാധമ്മയെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ആ കിളവിയുണ്ടോ? ഇല്ല. പെട്ടെന്ന് കയറി വന്നിട്ട് പറയാം, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ആ കിളവി എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്നാലും പറയാനുള്ളത് പറയണമല്ലോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. നീ പറ സാവിത്രി, പറയാം. പക്ഷെ പറയുന്ന കാര്യം എനിക്ക് പിന്നീട് വിനയാകരുത്. എവിടെയൊക്കെ പറയുന്ന അവിടെയൊക്കെ പോയി വഴക്കേരെന്ന് വാങ്ങിക്കുന്ന സ്വഭാവക്കാരിയാണ് ഞാൻ. എന്നെ സാവിത്രിക്ക് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. പറ. ഹരീഷ് ശ്രീലക്ഷ്മിയെ ഉപേക്ഷിച്ചേക്കും. രുക്മിണി ഹരീഷിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനുള്ള ഒരുക്കത്തില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. എന്തായാലും ഒരു വിവാഹമോചനം നടക്കണ്ടാതമ്മേ എന്ന് പറഞ്ഞിട്ട് സാവിത്രി അങ്ങ് പോവുക. സാവിത്രിയുടെ മനസ്സിൽ ഇത്രയൊന്നും കാര്യങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അക്കാര്യം ഇവിടെ വന്ന് പറഞ്ഞിട്ട് സാവിത്രി തേണ്ട സന്തോഷത്തോടെ പോവുകയാണ്. കേട്ട പാടി കേൾക്കാത്ത പാതി ദാണ്ട രാധമ്മ വീണ്ടും രുക്മിണിയുടെ വീട്ടിലോട്ട് വന്ന് രുക്മിണിന്ന് വിളിക്കുക. എന്താ പെണ്ണുമ്പളെ, കുറച്ച് മുമ്പ് നിങ്ങളെ അടിച്ചിറക്കാത്ത ഭാവത്തിൽ വിട്ടതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ നാണം കെട്ടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധമ്മ പറയാം, ഞാൻ ഇപ്പോഴൊരു കാര്യം കേട്ട് അത് ഉടനെ വന്ന് ചോദിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. എന്ത് കാര്യമാടി നീ കേട്ടത്? എൻ്റെ മോൾ ശ്രീലക്ഷ്മിയെ നിങ്ങളുടെ മോൻ ഹരീഷുമായിട്ടുള്ള വിവാഹമോചനം നിങ്ങൾ നടത്താൻ പോവാണെന്നാണ് ഞാൻ കേട്ടത്. ആ സാവിത്രി എന്നോട് വന്ന് പറഞ്ഞു. ഇത് രുക്മിണി പറഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതേ രാധമ്മേ, ഞാൻ പറഞ്ഞത് തന്നെയാ, അതാ സത്യം. നിങ്ങളുടെ മകളെ എൻ്റെ മകൻ ഇനി വേണ്ട. അത് കേട്ടിട്ട് ഹരീഷ് ഓടി വരുന്നുണ്ട്. അമ്മ എന്ത് മര്യാദകടായി പറയുന്നത്? വിവാഹമോചനം ആർക്ക്? നീ മിണ്ടരുതടാ. നിന്നെ അനുസരിക്കാത്ത പെണ്ണിനെ നിനക്ക് വേണ്ട. അവൾ അവളുടെ വീട്ടുകാരെയും കൂട്ടി നിന്നെ നാണം കെടുത്തുവല്ലോടാ. രാധമ്മ പറയാം, അവൾ ഒരിക്കലും നിങ്ങളെ നാണം കെടുത്തിയിട്ടില്ല. മോശമായിട്ടൊരു വാക്ക് പോലും ഹരീഷിനെ കുറിച്ച് അവൾ പറഞ്ഞിട്ട് പോലുമില്ല. എടി, നിന്റെ മകളെ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. കാലക്കേടിനൊരു സഹതാപം തോന്നി എൻ്റെ മകൻ നിന്റെ മകളെ അങ്ങ് കെട്ടിപ്പോയി. സഹതാപം തോന്നാൻ എനിക്കും ഒരു മകളുണ്ട്. അവളൊരു പാവമാണ്. അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാനോ വേണുവേട്ടനോ ആരെങ്കിലും ഹരീഷിനോട് അപേക്ഷിച്ചിട്ടുണ്ടോ? ഇവനും അവൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ളതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എന്നാലേ ഇനി അവളുമായിട്ട് ജീവിക്കാൻ എൻ്റെ മകന് താല്പര്യമില്ല നിങ്ങൾ പറഞ്ഞ് ഞാൻ എങ്ങനെ സമ്മതിക്കും? അത് ഹരീഷ് പറയട്ടെ. എൻ്റെ മോൻ പറയും അവനവൻ്റെ അമ്മയെ അനുസരിച്ച് ജീവിക്കുന്ന മകനാ. എന്താ രുക്മിണി പറയുന്നത്? അമ്മയെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളാരും ഈ നാട്ടിൽ പെണ്ണ് കെട്ടാറില്ലേ? എൻ്റെ മകൻ രാജു എന്നെ അനുസരിച്ച് ജീവിക്കുന്നവന്, എന്നിട്ട് അവൻ പെണ്ണ് കെട്ടിയില്ലേ? അവൻ്റെ ഡിവോഴ്സ് നടത്താൻ ഞാൻ ദാഹിക്കുന്നുണ്ടോ? കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. രുക്മിണി, പല അഭ്യാസങ്ങളും കാണിച്ച് നിങ്ങൾ ഞങ്ങളെ വിരട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് നീ തീക്കൊള്ളി കൊണ്ട് നിന്റെ തല തന്നെ ചൊറിയും. നീ കളിക്കല്ലേ രുക്മിണി, നിന്നെ കളി പഠിപ്പിക്കുകയെ വേണ്ടാന്ന് വെച്ച് ഒതുങ്ങി പോകും തോറും നീ കയറി വന്നങ്ങ് വിളയുക. മര്യാദയ്ക്ക് മാന്യമായി ജീവിക്കുന്നവരെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ രുക്മിണി, നീ എന്നേക്കുമായി മരണം കാത്ത് കട്ടിലിൽ കിടക്കേണ്ടി വരും. നല്ല മനസ്സുകാരിയായ രാധമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള ശാപമാണ്. എന്നിട്ട് പറയാ, ഹരീഷേ നീ ക്ഷമിക്ക്, എന്നെക്കൊണ്ട് ഈ രുക്മിണി പറയിപ്പിക്കുന്നതാ. നിർമാല്യവും ദീപാരാധനയും കണ്ട് തൊഴുതു വളർന്നവളാ ഞാൻ. നാവ് കൊണ്ട് നല്ലത് മാത്രം പറഞ്ഞ് ശീലിച്ചവള്. ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാവിലും അഴുക്ക് പടരും. എന്നോട് ക്ഷമിക്കുമോനെ. എൻ്റെ മോൾ ശ്രീ നിന്നെ കാത്തിരിക്കുക, നിന്നെ മാത്രം. അവൾ ഇതുവരെ നിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ നീ അവളെ കരയിപ്പിച്ചാൽ പിന്നെ നീയും കരയേണ്ടി വരും. അത് മോൻ മറക്കണ്ട എന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് രാധമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവുക. അമ്മ എന്തൊക്കെ അനാവശ്യങ്ങളാണ് അമ്മ ഈ പറഞ്ഞു പരത്തുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നാട് മുഴുക്ക പറയുക നിന്റെ ഭാര്യയ്ക്ക് പ്രാന്താണെന്ന്. ഇനി ഒരിക്കലും പ്രസവിക്കാത്ത അവളെ നീ ഉപേക്ഷിച്ചെന്ന്. അളിയൻ്റെ അമ്മായിച്ചൻ്റെയൊക്കെ തല്ലുമേടിച്ചോണ്ട് കിടക്കുന്ന നട്ടല്ലാത്തവൻ. നീ പോയി നാട്ടുകാരോടൊക്കെ സമാധാനം പറയടാ. നാണവും മാനവും ഇല്ലാത്തവൻ. രാധമ്മ വീട്ടിൽ വന്ന് കരഞ്ഞോണ്ട് ഹൃദയ പറയും, മോളെ ഹരീഷ് ശ്രീലക്ഷ്മിയെ ഉപേക്ഷിക്കാൻ പോവുക. ഇതാരാ രാധമ്മയോട് പറഞ്ഞത്? ആ രുക്മിണി. അവരതും അതിനപ്പുറം പറയും. അവരോട് പോകാൻ പറ രാധമ്മേ. ആ ഹരീഷ് വല്ലതും പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല മോളെ. എൻ്റെ മോൾ ശ്രീലക്ഷ്മിക്കാണെങ്കിൽ ഹരീഷ് എന്ന് വെച്ചാൽ ജീവന. ഈ കാര്യങ്ങൾ വല്ലതും അവൾ അറിഞ്ഞാൽ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നാ എൻ്റെ പേടി.
ആ രുക്മിണി ഓലപ്പാമ്പ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കുന്നേ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല രാധമ്മേ. ഹരീഷ് ഡിവോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇതിനൊക്കെ നമുക്ക് പരിഹാരം ഉടനെ കണ്ടെത്താം. രാധമ്മ കരയല്ലേ, ശ്രീലക്ഷ്മിയെ കണ്ടാൽ വിഷമിക്കും. രാജു നന്ദനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ അവന്റെ കൂട്ടുകാരനോട് കണ്ട് ചോദിക്കുന്നുണ്ട്. ഈ അനന്തംപിള്ളയുടെ മോള് മാർവാനിസ് കോളേജിൽ പഠിച്ചതല്ലേ? രാജു ആ കോളേജിൽ തന്നെയല്ലേ പഠിച്ചത്? ഇത്ര കൃത്യമായിട്ട് ആ പേര് മനസ്സിൽ സൂക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കളി കാണുമായിരിക്കും, ഇല്ലേ രാജു? അയ്യോ, ഞാൻ കള്ളം പറയുവാണെന്ന് വിചാരിക്കല്ലേ. എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെൺകുട്ടിയോട് അവളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. അതൊക്കെ എനിക്കറിയാൻ രാജു. അമ്മസാറിൻ്റെ മകൾ ഹൃതികയുടെ മുന്നിൽ താൻ മുങ്ങാൻ നോക്കിയതല്ലേ? ആ കൊച്ച് പ്രാർത്ഥിച്ച് എന്തായാലും തന്നെ വലയിലാക്കി. രാജുവിന് ഈ നന്ദനയായിട്ട് എന്തെങ്കിലും ഇടപാടെല്ലാം അത് ഹൃതികയായിട്ട് തുറന്നു പറയാൻ മടിക്കരുത് കേട്ടോ. ഒന്ന് പോ സാറേ, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയേണ്ടതുള്ളൂ. ഞാൻ അത്തരക്കാരനല്ലെന്ന് സാറിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഹൃതിക ഒരു ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് രാജുവിനെ വിളിക്കുക. രാജു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ വീട്ടോട്ട് വരാം. അയ്യോ രാജു വേണ്ട, ഞാൻ ഈ ജംഗ്ഷനിൽ തന്നെ ഉണ്ട്. ദീപക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കുക. ആ സമയത്ത് നമ്മുടെ യാമിനി അങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ട് യാമിനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. കഷ്ടം, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നും. പക്ഷേ ഇവൻ്റെ കയ്യിലിരിപ്പ് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ദീപക്കെ, തൽക്കാലം ജോലി നിർത്ത്, എന്നിട്ട് ആഹാരം കഴിക്കും. വാ ഇങ്ങോട്ടിരിക്കും. ദീപക്കിന് അതിശയം വരുന്ന സന്തോഷമുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല, നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിച്ചോ എന്നിങ്ങനെ യാമിനി പറയുമ്പോൾ ദീപക്ക് പറയാം, ഹൃതികയും രാജുവും വന്ന് കണ്ടാലോ അമ്മായി? ആ ഹൃതികയെന്നൊന്നും പറയരുത്, ഋതുമോള് കണ്ടുവന്നാൽ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ സന്തോഷത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ദീപക്ക്. അത് കണ്ടിട്ട് യാമിനി പറയും, എന്തിനാണ് ദീപക്ക് നീ ഇങ്ങനെ തല്ലുകൊള്ളിയായിട്ട് വളരുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തലതെറിച്ചവനെന്ന പേര് കേൾപ്പിക്കാതെ ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? ഇത്തരം വീട്ടുജോലികളൊക്കെ നീ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു സങ്കടം. നിന്നെ വളരെ കുഞ്ഞിലേ മുതൽ ഞാൻ കാണുന്നതല്ലേ. മറ്റുള്ളവരുടെ ചവിട്ടും തൊഴിയൊക്കെ മേടിക്കാതെ നീ നിന്റെ വൃത്തികെട്ട സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്ക്. താങ്ക് യു അമ്മായി ഈ നല്ല അഡ്വൈസിന്. അല്ലെങ്കിൽ ഞാൻ മാറണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക അമ്മായി. ഞാൻ പൂർണ്ണമായിട്ട് മാറിക്കോളാം അമ്മായി. അമ്മായി എത്ര നല്ലവളാ. അമ്മായിയോട് എനിക്ക് കുട്ടിക്കാലം മുതലേ സ്നേഹമാണ്. അമ്മായി വെറും ഒരു പാവ. ഈ കുഞ്ഞമ്മാവിൻ്റെ ഹൃതികയുടെ ഉപദേശം കേട്ട അമ്മായി മോശക്കാരിയായി പോയത്. അമ്മായി ഒരു കാര്യം ചെയ്യും, ഇന്നു മുതൽ ഞങ്ങളോടൊപ്പം കൂടിക്കോ. അമ്മായി, അമ്മയും ഞാനും ഒറ്റ യൂണിയൻ. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മായിയെ കൂടെ ഞങ്ങളുടെ സംഘത്തിൽ ചേർക്കാം. അമ്മായിക്ക് എന്താണോ വേണ്ടത് അതെൻ്റെ അമ്മ ചെയ്തു തരും. അത് കൊള്ളാമല്ലോ ദീപക്കെ. ഞാനും കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന നിങ്ങളോടൊപ്പം ചേരാമെന്ന്. അവരുടെ കൂടെ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലടാ. ഒരു പ്രയോജനം ഉണ്ടാവില്ല അമ്മായി. എന്തെങ്കിലും അമ്മായിക്ക് നേടണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം. എന്നാൽ നീ കഴിച്ചോ ദീപക്കെ എന്ന് പറഞ്ഞ് ചായയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. യാമിനി എന്തോ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദീപക്കെ, ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ യൂണിയനാണ്. നല്ല തിളച്ച വെള്ളം ഫ്ലാസ്കിൽ നിന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോനി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തൊണ്ടയെ കുടുങ്ങും. പെട്ടെന്ന് ദീപക്ക് എടുത്ത് ആ വെള്ളം അങ്ങോട്ട് കുടിക്കുക, അവൻ്റെ തൊണ്ടയങ്ങ് ഉള്ളി. എന്തൊരു വേലയാണ് നിങ്ങളീ കാണിച്ചത്? ഇതാ വഴക്ക് പറയാതെടാ, നമ്മളെല്ലാം ഒരു യൂണിയൻ അല്ലേ? അവൻ്റെ ഒരു യൂണിയൻ. ദാണ്ട അമ്പിക അങ്ങോട്ട് വരുന്നത്. എന്താടാ? ദാണ്ടമ്മേ, ഇവരെന്നെ കൊണ്ട് തിളച്ച വെള്ളം കുടിപ്പിച്ചു. എടാ ദീപക്കെ, ഞാൻ പെടലിക്ക് കുത്തിപ്പിടിച്ച് നിന്നെ കുടിപ്പിച്ചതൊന്നും അല്ലല്ലോ, നീ തനിയെ കുടിച്ചതല്ലേ? ഇവൾ അതും ചെയ്യും അതിനപ്പുറം ചെല്ലും. പോട്ടടാ മോനെ, നീ അങ്ങ് ക്ഷമിച്ചുകളാ. ഇവനെന്നെ യൂണിയനിൽ ചേരാൻ വിളിച്ചിരിക്കുക. നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കൂടാ. എന്താടാ ദീപക്കെ? എൻ്റെ അമ്മ ഇവരെനിക്ക് ആവശ്യത്തിലധികം ഫുഡ് തന്നു. അപ്പം ഞാൻ കരുതി ഇവർക്ക് എന്നോട് സ്നേഹമായിരിക്കുമെന്ന്. ഇവരെന്നോട് ഒരുപാട് സ്നേഹം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളോടൊപ്പം കൂടിക്കോളാൻ. അവരതിനെനിക്കിട്ട് ശരിക്കും പണി തന്നു. ഞാൻ മടുത്തമ്മ. ഈ വീടിനകത്തിട്ട് അവരെന്നെ കൊല്ലും. അതിനു മുമ്പ് അമ്മയ്ക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ ഒരല്പം കൂടി വെയിറ്റ് ചെയ്യും മോനെ. നിന്റെ തലവര മാറാൻ ഇനി അധികകാലമില്ല. ഒരു രാത്രിക്കൊരു പകൽ ഉറപ്പല്ലേ? എനിക്കിപ്പോൾ വെളുപ്പാങ്കാലമാണ്. ഇനി വരാൻ പോകുന്നത് എൻ്റെ നല്ല കാലത്തിൻ്റെ പകലുകളാണ്. ഹൃതിക രാജുവിനോട് ഹരീഷിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാം. അത് ശരി, അപ്പോൾ ഡിവോഴ്സ് വരെ എത്തി കാര്യങ്ങളൊക്കെ. നീ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? രാധമ്മയോട് ആ രുക്മിണി നേരിട്ട് പറഞ്ഞതാ. അവൻ അത്രയ്ക്കായല്ലേ? അവിടെ വരെ കൊണ്ടെത്തിച്ചല്ലോ രാജു ആ രുക്മിണി. അപ്പോൾ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. രാജു, എടുത്തു ചാടിയുള്ള തീരുമാനമല്ല ഇതിന് വേണ്ടത്. അല്ലെങ്കിൽ യാതൊരു എത്തിക്സും ഇല്ലാത്തവനെ ഹരീഷ്. ആ രുക്മിണിയുടെ വാക്ക് കേൾക്കുന്ന മാത്രമാണ് ഹരീഷിൻ്റെ കുഴപ്പം. ഋതു എന്തുവായി പറയുന്നത്? എല്ലാവർക്കും അമ്മമാരില്ലേ? അമ്മമാർ പറയുന്നത് കേട്ട് ആരെങ്കിലും സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുമോ? ഭാര്യയും അമ്മയും തമ്മിൽ പരമാവധി പൊരുത്തപ്പെടാനല്ലേ നോക്കത്തുള്ളു. പക്ഷെ ഇവന് നട്ടല്ലില്ല. ആ രുക്മിണി പറയുന്നിടത്തുനിന്ന് ഒരടി അവൻ മുമ്പോട്ടെടുത്ത് വെക്കില്ല. അങ്ങനെയുള്ളവരുടെ മാരേജ് ലൈഫാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോന്ന്. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഋതു. ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് അവളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഈ അമ്മയും മകനെയും കോടതി കയറ്റണം. അവൻ അവളെ വേണ്ടെങ്കിൽ അവൾക്കും അവനെ വേണ്ട. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. യോജിക്കാത്ത ബന്ധങ്ങളെ എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം? സ്ത്രീക്ക് ഇതിനേക്കാൾ നല്ല ഒന്നാം തരം ചെറുക്കനെ കിട്ടും. അവളുടെ കല്യാണം നമ്മൾ നല്ല ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യും. രാജു ഇത് ഇമോഷണലായിട്ട് പറയുന്നത് അല്ല ഋതു. ഇമോഷണലായിട്ട് പറയുന്നതല്ല, പ്രാക്ടിക്കലായിട്ട് പറയുന്ന കാര്യം തന്നെ. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാജു? ഞാനും രാജുവും തമ്മിൽ ഇതുപോലൊരു പ്രോബ്ലം ലൈഫിൽ ഉണ്ടായാലോ? നമ്മുടെ ലൈഫിൽ ഇങ്ങനൊന്നും ഉണ്ടാവില്ല ഋതു.
അല്ല രാജു, ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ, ഫാമിലി ലൈഫല്ലേ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായ രാജു ഇതേ തീരുമാനം തന്നെ എടുക്കുവോ? എന്താ രാജു, ഡിവോഴ്സ് നടക്കട്ടെ എന്ന് പറയുമോ? ഒരിക്കലും രാജു പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഋതിക പറയുന്നു. രാജു അങ്ങനെ ഞെട്ടി ഋതികയെ തന്നെ നോക്കി നിൽക്കുക. സ്വന്തം കാര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ രാജുവിന് ഉത്തരം മുട്ടിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി രാജു എന്തായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്? ഹരീഷിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ശരിക്കും ബോധ്യപ്പെടുത്തുമോ? ശ്രീലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അബോഷനായപ്പോൾ രുക്മിണി രാജുവിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചതും എല്ലാം ഹരീഷിനോട് പറയുമോ? അങ്ങനെ സത്യങ്ങളെല്ലാം ഹരീഷ് മനസ്സിലാക്കി രുക്മിണിയെ തള്ളിപ്പറഞ്ഞിട്ട് ശ്രീലക്ഷ്മിയോടൊപ്പം പോകുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.